ചിറയ്ക്കാക്കോട് എളങ്ങള്ളൂർ മനയിൽ 6 ദിവസങ്ങളിലായി നടന്ന അഗ്ന്യാധാനം സോമയാഗം സമാപിച്ചു. ആദ്യ ദിവസം അഗ്നികുണ്ഡത്തിനരികിൽ അരണി സ്ഥാപിച്ച് രാത്രിയോടെ അരണി കടഞ്ഞ് അഗ്നിയുണ്ടാക്കി. അഗ്ന്യാധാനത്തിന് വെള്ളംപറമ്പ് മിഥുൻ നമ്പൂതിരിയായിരുന്നു യജമാനൻ. സോമയാഗത്തിന് യജമാനനായത് ആരൂർ വാസുദേവൻ അടിതിരിപ്പാട് ആണ്. മലതയുടെ നീരെടുത്ത് മന്ത്രപൂർവം അഗ്നിയിൽ സമർപ്പിക്കുന്നതാണ് സോമയാഗം. സോമരസം സമർപ്പിക്കുന്നത് അഗ്നിയിലാണ് എങ്കിലും ദേവന്മാരിലത് എത്തിച്ചേരുന്നു. സോമലത നീണ്ട തണ്ടുള്ള വള്ളിച്ചെടിയാണ്. സോമന ചന്ദ്രൻ എന്ന അർത്ഥവും ഉണ്ട്. ഈ സോമലതയുടെ തണ്ട് ഇടിച്ചു പിഴിഞ്ഞാണ് നീരെടുക്കുന്നത്. അത് മന്ത്രസഹിതം സ്വാഹ എന്ന് ജപിച്ച് അഗ്നിയിലൂടെ ഇന്ദ്രൻ, അഗ്നി, വരുണൻ മുതലായ ദേവകൾക്ക് സമർപ്പിക്കുന്നു. 7 വിധത്തിലാണ് സോമയാഗങ്ങൾ: അഗ്നിഷ്ടോമം, അത്യാഗ്നിഷ്ടോമം, ഉക്ഥ്യം, ഷോഡശി, വാജപേയം, അതിരാത്രം, അപ്തോര്യാമം എന്നിവയാണ്. അഗ്നിഷ്ടോമ സോമയാഗമാണ് സോമയാഗമെന്ന് പ്രസിദ്ധി നേടിയത്. ഇതിൽ 12 മന്ത്രസ്തുതികൾ ചൊല്ലുന്നു. 12ാമത്തേത് അഗ്നിഷ്ടോമം എന്ന് അവസാനിക്കുന്നു. ഹോമത്തിന് ചെയ്യുന്ന മന്ത്രസംഖ്യയുടെ വ്യത്യാസത്തിലാണ് 7 തരം സോമയാഗങ്ങൾ. യാഗം ചെയ്യുന്ന വ്യക്തിയാണ് യജമാനൻ. അദ്ദേഹം നിത്യാഗ്നിഹോത്രി ആയിരിക്കണം. സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്ന അഗ്നിയെ പ്രേതാഗ്നിയാക്കുന്നു. ഗാർഹപത്യ അഗ്നി, ആഹവനീയ അഗ്നി, അന്വാഹാര്യ അഗ്നി എന്നിവയാണ് ത്രേതാഗ്നി. ഈ ത്രേതാഗ്നിയെ സൃഷ്ടിക്കുന്ന യജ്ഞമാണ് അഗ്ന്യാധാനം. അഗ്ന്യാധാനം ചെയ്ത വ്യക്തിയാണ് അടിതിരി. ആ അഗ്നി യാഗാനന്തരം സൂക്ഷിക്കുന്ന വ്യക്തി അഗ്നിഹോത്രിയും. യാഗത്തിനൊടുവിൽ അതിതീവ്രമായ ഉത്തരവാദിത്വം അഗ്നിഹോത്രി ഏറ്റെടുക്കുന്നു. 3 കുണ്ഡങ്ങളിലെയും അഗ്നി മരണം വരെ കെടാതെ സൂക്ഷിക്കണം അദ്ദേഹം. എന്നും പ്രഭാതത്തിലും പ്രദോഷത്തിലും പത്നി സമേതനായി അഗ്നിഹോത്രം എന്ന ഹോമം അദ്ദേഹം നടത്തണം. മാത്രമല്ല, കറുത്തവാവ്, വെളുത്തവാവ് എന്നീ ദിനങ്ങളിൽ ഇഷ്ടി എന്നറിയപ്പെടുന്ന ചെറുയാഗങ്ങളും ചെയ്യേണ്ടതുണ്ട്. സോമയാഗം ചെയ്ത വ്യക്തി സോമയാജി എന്നാണ് അറിയപ്പെടുന്നത്. അതിരാത്രമാണ് നിർവഹിക്കുന്നത് എങ്കിൽ അക്കിത്തിരി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ആദ്യ ദിവസങ്ങളിൽ അഗ്നിയിലാണ് ഹോമാദികൾ നടത്തുന്നത്. അന്ത്യദിവസം ജലത്തിലും നടത്തും. ഭേദബുദ്ധിയില്ലാതായി അഗ്നിയെയും ജലത്തെയും ഇതുപോലെ കാണാനാകുന്നു ആ ധന്യാത്മാവിന്. കർമ്മവാസനകൾ ഒടുങ്ങുന്നതിന് യാഗാരംഭം മുതൽ സൂക്ഷിക്കുന്ന ആജ്യം അഗ്നിയിൽ ഹോമിക്കുന്ന ചടങ്ങാണ് യാഗത്തിൽ അവസാനത്തേത്. അതിനുശേഷം അരണി കടഞ്ഞുണ്ടാക്കിയ അഗ്നിയെ അതിൻ്റെ പൂർവസ്ഥാനത്തേക്ക് ആവാഹിച്ച് യജമാനൻ സൂക്ഷിക്കുന്നു. ഇനിയാണ് യാഗശാല അഗ്നിക്കായി സമർപ്പിക്കുന്നത്. ഒന്നും എൻ്റേതല്ല, ഇതം ന മമ എന്ന പൂർണ്ണ ബോധ്യത്തിൽ ജീവൻ ഈശ്വര സാക്ഷാത്കാരം നേടുന്നു. പിന്നീട് പഞ്ചഭൂതാത്മകമായ ശരീരം അഗ്നിയിൽ ഹോമിക്കുന്ന ചടങ്ങാണ് യാഗശാലയുടെ അഗ്നിസമർപ്പണം. ഇതോടെ ഈ മഹത് യജ്ഞം പൂർണ്ണമാകുന്നു.
तान्यस्मियस्य निधिनाचरामि इहैव सन्तः प्रतितद्यापयामो जीवा जीवेभ्यो निहराम येन स्वाहा ईश्वरावाग्नयेदं नमः अग्नादेको हुतादेकः समसनादेका तेन कृण्वन्तु भेषजं सदिस्सहो वरेण्यम् लोके अनृणास्याम ये देवयाना उरपितृयाणाः सर्वान् पथो अनृणा क्षियेम स्वाहा ईश्वराव देगः समसनादेगाः तेन कृण्वन्तु भेषजं सदिस्सहो वरेण्यम् सप्तस्थानो